എന്നോട് പ്രിയ കുഞ്ഞ് കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു കാര്യം, അങ്കിളെ, എൻ്റെ പപ്പ തുടർന്ന് വന്ന് എഴുത്തിൻ്റെ ശുശ്രൂഷ ഇനി എങ്ങനെ തുടരും? എന്നോട് മാത്രമല്ല, ചാണ്ടപ്പിള്ളച്ചാനും ഞാനും കൂടെ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോഴാണ് ഞങ്ങൾ രണ്ടുപേരും അദ്ദേഹത്തോട് പറഞ്ഞ, പ്രിയ കുഞ്ഞിനോട് പറഞ്ഞൊരു കാര്യം, ധൈര്യമായിരിക്കും, ഞങ്ങളെ കൊണ്ടാവുന്ന എല്ലാ പിന്തുണയും ആ കാര്യത്തിനുണ്ടാവും എന്ന് പറയാനിടയായി. ഈ കുഞ്ഞുങ്ങളെല്ലാവരും, പ്രിയ അമ്മാമ്മയും ഈ അച്ചായനും, ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ ആ വീട്ടിലെ അംഗമാണ്. ഒരു വ്യത്യാസം ഞങ്ങളിതുവരെ അനുഭവിച്ചിട്ടില്ല. ഇന്നും അത് ആ വീടിനെ സംബന്ധിച്ചിടത്തോളം ഒരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹത്തിന് കിട്ടിയ മരുമകൻ അബി, ഞാനൊന്നും പറയുന്നില്ല, ദൈവം അറിഞ്ഞു നൽകിയതാണ് ആ കുഞ്ഞിനെ. ദൈവത്തിന് സ്തോത്രം. ഈ അടുത്ത സമയത്ത് ഒന്ന് രണ്ട് വിഷയങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് ബന്ധപ്പെട്ടപ്പോഴാണ് ദൈവദാസന്മാരെ സ്നേഹിക്കുന്നതും കരുതുന്നതും എനിക്കറിയുവാനിടയായി തീർന്നത്. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. അമ്മാമ്മയും പ്രിയ കുഞ്ഞുങ്ങളെയും എല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. വചന ശുശ്രൂഷയാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നോട് സമയം പറഞ്ഞിട്ടുണ്ട്, ആ സമയത്ത് തന്നെ ഞാൻ അവസാനിപ്പിക്കുന്നതാണ്. നമ്മൾക്ക് ഇങ്ങനെയുള്ള രംഗങ്ങളിൽ വളരെ വായിച്ച് പരിചയമുള്ള, ഇനിയും സെമിട്രിയിലെ ശുശ്രൂഷയിലും ഒരുപക്ഷെ വായിക്കാറുള്ള ഒരു വേദഭാഗമാണ്, വായിക്കുന്ന വേദഭാഗമാണ് തെസ്സലോനിക്കർക്കെഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. അതിൽ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ എല്ലാവർക്കും മനഃപ്പാഠമാണ്. അത് ഒരുപക്ഷെങ്കിൽ ഞാൻ ഇടയ്ക്കൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അദ്ദേഹത്തിൻ്റെ എഴുത്തിനെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട എം.ഇ. തോമാച്ചായൻ്റെ എഴുത്തുകൾ ബ്രദറൻ കോളത്തിൽ സ്വാധീനം ചെലുത്തിയതിൻ്റെ 100 മടങ്ങ് സാമുദായിക സഭകളിലും പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളിലുമാണ് സ്വാധീനം ചെലുത്തിയിട്ടുള്ളത്. അത് ഞാൻ പൊതുവായിട്ടൊന്ന് അറിയിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ വായനക്കാരുള്ളത് സാമുദായിക സഭകളിലുള്ള ആളുകളും പിന്നീട് പെന്തക്കോസ്ത് വിഭാഗങ്ങളിലുമാണ്. അദ്ദേഹം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം വ്യാഖ്യാനം എഴുതിയിട്ടുള്ളയാളാണ്. ഞാൻ ചുരുക്കി പറയട്ടെ, ഈ തെസ്സലോനിക്കർക്കെഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ 3 പ്രധാന ആശയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 1 പുനരുദ്ധാനം, 2 രൂപാന്തരം, 3 എടുക്കപ്പെടൽ. ഭാവി സംബന്ധമായി ക്രൈസ്തവ വിശ്വാസികൾ ഏറ്റവും അധികം ആശ്രയിക്കുന്നത് ഈ വേദഭാഗത്തെയാണ്. ഇവിടെ 3 യാഥാർത്ഥ്യങ്ങൾ കൃത്യമായിട്ട് പൗലോസ് അപ്പോസ്തലൻ നിർത്തിവെക്കുക. ഒരു പക്ഷെങ്കിൽ ഇന്ന് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരിലും സംശയമുളവാക്കാവുന്ന 3 കാര്യങ്ങൾ. 1 മരിച്ചവരുടെ പുനരുദ്ധാനമാണ്. മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? യുക്തിവാദികളൊക്കെ ഇവിടെ കാണും, എനിക്കറിയാം. അവർ ചോദിക്കാൻ സാധ്യതയുണ്ട്, നിങ്ങൾ ഉപദേശിമാരുടെ കണ്ടുപിടുത്തമല്ലേ ഇത്? മനുഷ്യൻ മരിച്ചാൽ ഉയർത്തെഴുന്നേൽക്കുമോ? പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, മരിച്ചവരുടെ പുനരുത്ഥാനം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. മരിച്ചവരുടെ പുനരുദ്ധാനം എന്നുള്ളത് ക്രിസ്തുവിൽ മരിച്ചവർ മാത്രമല്ല, അല്ലാത്തവരും പുനരുദ്ധാനം ചെയ്തും 2 ഘട്ടങ്ങളിലായിട്ട് മരിച്ചവരുടെ പുനരുദ്ധാനം ഒരു യാഥാർത്ഥ്യമാണ്. ഞാനിങ്ങനെ പറയട്ടെ, എനിക്ക് പിന്നാലെയുള്ള ദൈവദാസന് സമയം ഞാൻ അനുവദിക്കേണ്ടത് ആവശ്യമാണ്. ഒറ്റ വാചകത്തിൽ ഞാൻ പറയട്ടെ, ഒരു കാര്യം നമ്മൾ വിശ്വസിക്കണമെങ്കിൽ ഉപദേശി പറഞ്ഞതുകൊണ്ടോ ബൈബിള് പറഞ്ഞതുകൊണ്ടോ ഖുർആൻ പറഞ്ഞതുകൊണ്ടോ ഭഗവത്ഗീത പറഞ്ഞതുകൊണ്ടോ നമ്മൾ വിശ്വസിക്കണമെന്നില്ല. നമ്മുടെ മതപശ്ചാത്തലം കൊണ്ട് നമ്മൾ ഇതൊക്കെ അങ്ങ് വിശ്വസിക്കുക. എന്നാൽ ബൈബിൾ പറയുന്ന പുനരുദ്ധാനം അഥവാ റിസറക്ഷൻ ഇതൊരു യാഥാർത്ഥ്യമാണ്. ഏത് വസ്തുതയും വിശ്വസിക്കുന്നതിന് 2 സപ്പോർട്ട്സ് അതിനുണ്ടായിരിക്കണം. അതിന് 2 പിൻബലങ്ങൾ ഉണ്ടായിരിക്കണം. 1 ശാസ്ത്രീയമായ തെളിവുണ്ടായിരിക്കണം, 2
ചരിത്രപരമായ തെളിവുണ്ടായിരിക്കണം. മരിച്ചവരുടെ പുനരുദ്ധാനം എന്നുള്ളത്, അഥവാ ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ളത് ശാസ്ത്രീയമായി ശരിയാണോ? അത് അംഗീകരിക്കാൻ പറ്റുമോ? ഞാൻ വേഗം പറയട്ടെ പ്രിയപ്പെട്ടവരെ, ശാസ്ത്രീയമായി ഇത് സത്യമാണ്. എന്തുകൊണ്ട്? പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുകയാണ്, മൂഢ, നീ വിതച്ചത് ചത്തില്ല എങ്കിൽ അത് കിളിർക്കുന്നത് എങ്ങനെയാണ്? വിതച്ചത് ചത്താൽ അത് കിളിർക്കും. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന ഏതൊരു വ്യക്തിയും സമ്മതിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണിത്. ഒരു വിത്ത് നിലത്തിട്ടാൽ അത് മണ്ണിൽ ഇട്ടുകഴിഞ്ഞാൽ, ജലാംശം അതിനെ പറ്റിക്കഴിഞ്ഞാൽ സമയമാകുമ്പോൾ അത് കിളിർത്തു വരും. അങ്ങനെയെങ്കിൽ എം.ഇ. തോമസ് എന്ന് പറഞ്ഞ ഈ ദൈവദാസനെ ഇന്നിവിടെ കൂടിയിരിക്കുന്ന നൂറുകണക്കിന് ദൈവമക്കൾ ഒരുമിച്ച് ഈ അങ്കമാലിയുള്ള സെമിറ്ററിയിൽ വിതയ്ക്കുകയാണ്, ഈ മണ്ണിൽ വിതയ്ക്കുകയാണ്. ഈ വിത്ത് വിതയ്ക്കുന്നത് അത് കിളിർത്തു വരുമെങ്കിൽ ശാസ്ത്രീയമായ തെളിവിൽ പറയുകയാണ്, ഈ ദൈവദാസൻ ഉയർത്തെഴുന്നേറ്റ് വരും. മരിച്ചവരുടെ പുനരുത്ഥാനം ഒരു ശാസ്ത്രീയ യാഥാർത്ഥ്യമാണ്. 2, മരിച്ചവരുടെ പുനരുത്ഥാനം ഒരു ഹിസ്റ്റോറിക്കൽ ട്രൂത്താണ്, അഥവാ ചരിത്രപരമായ സത്യമാണ്. മരിച്ചിട്ട് ആരെങ്കിലും ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പല മതങ്ങളും വായു മൂടിക്കെട്ടി നിൽക്കണം. എന്നാൽ ബൈബിളിന് ഉത്തരമുണ്ട്. ചരിത്രപരമായ യാഥാർത്ഥ്യം 20 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഞങ്ങൾ വിശ്വസിക്കുന്ന എം.ഇ. തോമസ് വിശ്വസിച്ച കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഇതൊരു കെട്ടുകഥയല്ല. ഭൂമിയുടെ മധ്യത്തിൽ ഏതൊരു വ്യക്തിക്കും കാണുവാൻ കഴിയുന്ന ചരിത്ര യാഥാർത്ഥ്യമാണ്. അപ്പോൾ മരിച്ചവരുടെ പുനരുത്ഥാനം ഒരു ശാസ്ത്രീയ സത്യമാണ്. 2, അതൊരു ചരിത്ര യാഥാർത്ഥ്യമാണ്. ശാസ്ത്രത്തെ വിശ്വസിക്കുന്ന, ചരിത്രത്തെ വിശ്വസിക്കുന്ന ഞങ്ങളുടെ ശ്രോതാക്കൾ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഇന്ന് വിശ്വസിച്ചേ പറ്റുകയുള്ളൂ. 2, പുനരുത്ഥാനം ചെയ്തവരുടെ രൂപാന്തരമാണ്. ഇത് എല്ലാവർക്കുമില്ല. ഈ രൂപാന്തരം ക്രിസ്തുവിൽ വിശ്വസിച്ച് മരിച്ചവർക്കാണ് ട്രാൻസ്ഫോർമേഷൻ അഥവാ രൂപാന്തരം എന്ന വലിയ സത്യം ശേഷിക്കുന്നത്. ഇതൊരു സത്യമാണോ? പരിണാമത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ലെന്ന് ആരും പറയരുത്. പരിണാമം വിശ്വസിക്കുന്നവനാണ് P.S. തമ്പാൻ. പക്ഷേ ഒന്നിൽ നിന്ന് വേറൊന്ന് പരിണമിക്കയില്ല. ഒന്നിന് പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കും. അതാണ് ശാസ്ത്രീയമായ സത്യം. ഞാൻ വെല്ലുവിളിക്കുന്നു. ഒന്നിൽ നിന്ന് വേറൊന്ന് പരിണമിച്ച ഒരു സംഭവം ശാസ്ത്രലോകത്തില് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ഇല്ല, ഇന്ന് വരെ സംഭവിച്ചിട്ടില്ല. എന്നാൽ ഒന്ന് പരിണമിച്ചുകൊണ്ടിരിക്കും. എന്റെ അമ്മയുടെ ഉദരത്തിൽ ഒരു പിണ്ഡാകാരമായിരുന്നു ഞാൻ. 9 മാസത്തോളം എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് കയ്യും കാലും എല്ലാ അവയവങ്ങളും ഉണ്ടായി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചു. ബാല്യം മാറി, ശൈശവം മാറി, ബാല്യം മാറി, കൗമാരം മാറി, യുവത്വം കഴിഞ്ഞു, വാർദ്ധക്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് പരിണാമം. പ്രപഞ്ചത്തിൽ ഈ പരിണാമമല്ലാതെ വേറൊരു പരിണാമം ഇല്ല. അതൊരു യാഥാർത്ഥ്യമാണ്. ഒന്നിന് പരിണാമം വന്നുകൊണ്ടിരിക്കും. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഇതൊരു ശാസ്ത്രീയ സത്യമാണ്, ഇതൊരു ചരിത്ര സത്യമാണ്. അങ്ങനെയാണെങ്കിൽ എം.പി. തോമസ് എന്ന് പറഞ്ഞ ഈ അനുഗ്രഹീതനായ ദൈവദാസന് അമ്മയുടെ ഗർഭാശയം മുതൽ ഇന്ന് വരെ ഉണ്ടായ പരിണാമം കൊണ്ട് ഇതിവിടെ അവസാനിക്കയില്ല. പിന്നെ കല്ലറയിൽ അടക്കപ്പെട്ട് കഴിഞ്ഞിട്ട് ഒരു പരിണാമം കൂടെ സംഭവിക്കാൻ പോകുകയാണ്. പുനരുത്ഥാനം ചെയ്തു വരും. തീരുന്നില്ല. പുനരുത്ഥാനം ചെയ്തു വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു രൂപാന്തരം കൂടെ, അഥവാ ഒരു പരിണാമം കൂടെ വരും. രൂപാന്തരപ്പെടും. അതിന് ബൈബിളിലെ ഭാഷ തേജസ്കരിക്കപ്പെടും എന്നുള്ളതാണ്. തേജസ്കരണം ഒരു ശാസ്ത്രീയ സത്യമാണ്. തേജസ്കരണം ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്. തേജസ്കരിക്കപ്പെടുമോ? ഉത്തരം കേട്ടോ. യേശു കർത്താവ് പറഞ്ഞു, എന്നെ തൊടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ പോയിട്ടില്ല. തേജസ്കരിക്കപ്പെടുമെന്നുള്ളത് ചരിത്ര യാഥാർത്ഥ്യമാണ്. എന്റെ പ്രിയ ചാണ്ടപ്പിള്ളച്ചാനി, ഞാൻ സമയം മാറാനുള്ള വഴിമാറിക്കൊടുക്കാനുള്ള സമയമായി ഞാൻ നിർത്തട്ടെ. 3-ാമത്തെ കാര്യം എടുക്കപ്പെടലാണ്. പ്രിയപ്പെട്ടവരെ, എടുക്കപ്പെടൽ എന്ന കാര്യം ശാസ്ത്രീയ സത്യമാണോ? ചന്ദ്രന്റെ ഉപരിതലത്തിൽ കാലുകുത്തിയ മനുഷ്യൻ ചൊവ്വയിലേക്കൊക്കെ പോകാൻ തുടങ്ങുകയാണ്, ഇല്ലേ?
പ്രിയപ്പെട്ടവരെ, എടുക്കപ്പെടലിന്റെ സത്യം എന്താ? ഈ വായുമണ്ഡലത്തിൽ നിന്ന് മുകളിലോട്ട് പോയാൽ ഒരു വസ്തുവും താഴോട്ട് വരികയില്ല, പിന്നത് മേലോട്ട് മാത്രമേ പോകുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ഒരു വലിയ യാഥാർത്ഥ്യം ഞാൻ പറയട്ടെ, അധികം താമസമില്ല, ഞങ്ങളുടെ കർത്താവായ യേശു മടങ്ങി വരികയും ഞങ്ങൾ പുനരുത്ഥാനം ചെയ്യുകയും രൂപാന്തരപ്പെടുകയും ചെയ്തു കഴിഞ്ഞ് ഇവിടെ നിന്ന് ഒരു വലിയ ശാസ്ത്രീയ സത്യത്തിന്റെ വലിയൊരു സംഭവം നടക്കുമെന്താ? മുകളിലോട്ടുള്ള ഒരു എടുക്കപ്പെടൽ നടക്കും. ഈ അന്തരീക്ഷം കഴിഞ്ഞാൽ, ഈ വായുമണ്ഡലം കഴിഞ്ഞാൽ പിന്നെ അങ്ങ് മുകളിലോട്ട് പോവുകയാണ്. സൈമൺ സാറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ 1000 കോടി വാനഗോളങ്ങളെ താണ്ടി കർത്താവിന്റെ സൗധത്തിലേക്ക്. ഇനി ഞാൻ പറയട്ടെ, ഈ വലിയ പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. പ്രിയ രാജു സഹോദരൻ ഇവിടെ പറഞ്ഞു, വേദനയില്ല കരയാത്തത്, കണ്ണുനീരില്ലാത്തതുകൊണ്ടല്ല കരയാത്തത്, പിന്നെ അവനിൽ ഈ പ്രത്യാശ ഉള്ളതുകൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ പ്രസംഗത്തിന്റെ പ്രാവീണ്യതയിൽ ഒന്നും വെളിപ്പെടുത്താനല്ല ഇത് കേട്ടോ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇന്ന് ഈ അനുഭവത്തിലേക്ക് വരാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, മതവും ജാതിയും സഭയും അതൊക്കെ എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ പേരെന്തുമായിക്കൊള്ളട്ടെ, ഈ അനുഭവത്തിലേക്ക് വരാത്തവർ കൈവിടപ്പെട്ടു പോകരുത്. ഇവിടെ 80 കൊല്ലം 90 കൊല്ലം സുഖമായി ജീവിച്ചിട്ട് നീ ഒരു നരകത്തിലോട്ട് പോകാൻ ഇടയാകരുത്. ആ നരകത്തിൽ നിന്ന് വിടുവിക്കാൻ കഴിയുന്ന മതം ഇവിടെയില്ല, മതഗുരുക്കന്മാരില്ല. ആ നരകത്തിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടി നരകം അനുഭവിച്ച് മരിച്ചിട്ടുയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു മാത്രം. കണ്ടോ, ഇതിന്റെ തൊട്ട് ഈ എം ഇ തോമാച്ചാന്റെ ലഘുജീവചരിത്രം തുടങ്ങുന്നത് എങ്ങനെയാ? യേശു പറഞ്ഞു, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. കർത്താവ് സഹായിക്കട്ടെ. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് മരണത്തിനപ്പുറത്തുള്ള പുനരുദ്ധാനം, രൂപാന്തരം, എടുക്കപ്പെടൽ, ഈ വലിയ സത്യങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഈ കുടുംബത്തിന്റെ ദുഃഖത്തിൽ ഞാൻ, എന്റെ കുടുംബം, എന്റെ പ്രിയപ്പെട്ടവർ, പ്രിയ ജോണക്കുട്ടി ഇവിടെ ഓർമ്മിപ്പിച്ചതുപോലെ റാന്നിയിലുള്ള ദൈവജനത്തിന്റെ ദുഃഖം പ്രത്യാശ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നമ്മെ ആശ്വസിപ്പിക്കട്ടെ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 23-ാമത്തെ വാക്യം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 23-ാം വാക്യം. അവന്റെ ശുശ്രൂഷാകാലം തികഞ്ഞ ശേഷം അവൻ വീട്ടിലേക്ക് പോയി. ഒരു ദൈവദാസൻ എന്ന നിലയിൽ വളരെയധികം സഹോദരങ്ങളുടെ ശവസംസ്കാര ശുശ്രൂഷകളിൽ സംബന്ധിക്കുവാനും അവിടെയൊക്കെ ദൈവവചനം ശുശ്രൂഷിക്കുവാനും വേണ്ടുവോളം അവസരങ്ങൾ അനേക ദൈവദാസന്മാരോടൊപ്പം എനിക്കും ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എൻ്റെ ഹൃദയം ദുഃഖങ്ങൾക്ക് അധീനമായി തീർന്നിട്ടുള്ള സന്ദർഭങ്ങൾ വളരെ വിരളമാണ്. എൻ്റെ പിതാവിൻ്റെയും എൻ്റെ മൂത്ത ജ്യേഷ്ഠ സഹോദരൻ്റെയും മരണത്തിൽ സാധാരണ പരസ്യമായി കരയാത്തതോ കണ്ണുനീർ വാർക്കാത്തതായോ ഞാൻ അന്ന് അല്പം ഏങ്ങലടിച്ചുകൊണ്ട് കരഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ പിതാവിൻ്റെ ശവസംസ്കാര ശുശ്രൂഷ ആ സമയം നിർവഹിച്ചത് സഹോദരൻ തമ്പാച്ചനായിരുന്നു. തമ്പാച്ചൻ എൻ്റെ തോളിലേക്ക് കൈയിട്ട് എന്നെ പിടിച്ചു നിർത്തി ധൈര്യപ്പെടുത്തിയത് ഞാൻ ഓർക്കുന്നുണ്ട്. അതിനുശേഷം അത്രയൊരു സംഭവങ്ങളൊന്നും കാര്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല.
എന്നാൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച വെളുപ്പിനെ 5:30 മുതൽ പലരോടും സംസാരിക്കുന്നെങ്കിലും ചിരിക്കുന്നെങ്കിലും അല്പം നർമ്മം പറയുന്നെങ്കിലും ഹൃദയത്തിൽ എവിടെയോ ഒരു മൂകത, ഒരു ദുഃഖം തളം കെട്ടി നിൽക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഞാൻ ഏതാണ്ട് അതൊക്കെ നിയന്ത്രിച്ചാണ് ഈ ദിവസങ്ങളിലൊക്കെ പോയത്. എന്നാൽ ഇവിടെ സജി വർഗീസ് ഓമല്ലൂരിൽ നടന്ന കൺവെൻഷൻ ഒന്ന് ഓർപ്പിച്ചപ്പോൾ വാസ്തവത്തിൽ ഞാൻ വികാരാധീനനായി മാറി. ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് കൺവെൻഷനിൽ 3 പേരും സ്റ്റേജിൽ നിരന്ന് നിൽക്കുമ്പോൾ ഇന്നത്തെ പോലെ ആ ചെറുപ്പത്തിലും അല്പം നർമ്മം പ്രസംഗമധ്യേ ഞാൻ പറയുമായിരുന്നു. ഞാൻ എൻ്റെ സെന്റൻസ് ആരംഭിച്ചത് ഇങ്ങനെയായിരുന്നു: ഈ മഞ്ഞിനിക്കര കൺവെൻഷനിൽ 3 കറമ്പന്മാരാണ് പ്രസംഗിക്കുന്നത് എന്ന്. എന്റെ വാത്സല്യ സഹോദരൻ ദൈവദാസൻ MV തോമസുമായിട്ടുള്ള എന്റെ ബന്ധം ഒരളവോളം സഹോദരിക്കറിയാം, കുഞ്ഞുങ്ങൾക്കും അറിയാം. വളരെ ഹൃദയംഗമമായ ഒരു ബന്ധമാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. 1983 ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. 1983 മുതൽ 2014 ശനിയാഴ്ച ദൈവസന്നിധിയിൽ എടുക്കപ്പെടുന്നത് വരെയുള്ള നാളുകളിൽ ആ ബന്ധത്തിന് എന്തെങ്കിലും ഒരു കുറവ് സംഭവിച്ചു എന്നെനിക്ക് തോന്നുന്നില്ല. എന്നെ സ്വാതന്ത്ര്യമായി എടോ എന്ന് വിളിക്കാൻ അനുവാദം കൊടുത്തിരിക്കുന്നത് MV തോമസിനാണ്. എന്നെ എടോ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ഒരു വലിയ മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്നു, TK ശമുവേൽ സാറായിരുന്നു. അതിനുശേഷം സമപ്രായക്കാരെന്ന നിലയിൽ ഇദ്ദേഹവും ഞാനും പരസ്പരം എടോ തോമാച്ച, എടോ ചാണ്ടപ്പിള്ളെ എന്നിങ്ങനെ വിളിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ മക്കളുടെ വിവാഹ ശുശ്രൂഷകൾ ഒക്കെ നിർവഹിപ്പാൻ തമ്പാച്ചനും MV ബാബുച്ചാനും അങ്ങനെയുള്ള അനേക സഹോദരന്മാരുമായിട്ട് വളരെ ഗാഢമായ ഒരാത്മീയ ബന്ധമുണ്ടായിരുന്നെങ്കിലും ഞാൻ അവരെക്കാൾ മെച്ചമായിട്ടൊന്നുമല്ല, അവരെക്കാൾ കഴിവുണ്ടായിട്ടുമല്ല. ആ മക്കളുടെ വിവാഹ ശുശ്രൂഷ, പ്രിയ മൂത്ത മകൻ ജെയിംസിന്റെയും മകളുടെയും വിവാഹ ശുശ്രൂഷ നിർവഹിച്ചു. പ്രിയ മകൻ ബിനോയിയുടെ വിവാഹ ശുശ്രൂഷയ്ക്ക് ദൈവവചനം പറയുവാൻ എനിക്ക് അവസരം അദ്ദേഹം ഒരുക്കി തന്നു. അദ്ദേഹം മനോഹരമായൊരു ഭവനം അടൂരിൽ വെച്ചപ്പോൾ പ്രഭാഷണത്തിനായിട്ട് അവിടെ എന്നെ വിളിച്ചു. ഇവിടെയും വിളിച്ചു, എനിക്ക് വരാൻ സാധിച്ചില്ല. എന്താണ് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറയേണ്ടത്? ഇന്ന് ഒത്തിരി പേര് പറഞ്ഞു, ഒരാവർത്തന വിരസത ഞാൻ ഒഴിവാക്കുകയാണ്. ഞങ്ങൾ തമ്മിൽ 1 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. 60 വയസ്സെന്നുള്ളത് പത്രത്തിൽ കണ്ടെങ്കിലും നമ്മുടെ കയ്യിലിരിക്കുന്ന ആ നോട്ടീസിൽ കണ്ടെങ്കിലും കണക്കുകൂട്ടിയാൽ 61 അദ്ദേഹം നടക്കുന്നത്. ഞാനും അദ്ദേഹം 54 53 ഞാനും ജനിച്ചു. ഞങ്ങൾ തമ്മിൽ ചില മാസങ്ങളുടെ വിടവുണ്ട്. എനിക്ക് കഴിഞ്ഞ നവംബർ 29 61 തികഞ്ഞിട്ട് 62 കയറി. ചിലപ്പോൾ കാണുമ്പോൾ അത്ഭുതം തോന്നിയേക്കാം, അത് മനസ്സിന്റെ ചൂവ് കൊണ്ടാണ്. അപ്പോൾ തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം 60 കഴിഞ്ഞ് 61 കയറി. ആ ബന്ധം വളരെ സുദൃഢമായ ഒരു ബന്ധം തന്നെ. എനിക്ക് ഞാൻ തമ്പാച്ചൻ അവതാരിയൊക്കെ എഴുതി കൊടുത്തതുപോലെ അധികം ഞാൻ എഴുതി കൊടുത്തിട്ടില്ല. എഴുത്തുകാര്യത്തിൽ ഒരുപാട് മടിയനാ ഞാൻ. 2 പുസ്തകത്തിനോ മറ്റോ ഒന്നിന് അവതാരികയും എഴുതി കൊടുത്തു, ഒന്നിന് അഭിപ്രായവും എഴുതി കൊടുത്തു. എന്നിട്ട് പിന്നെ ഒന്നിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്റെ തോമാച്ച എന്നെ ശല്യപ്പെടുത്തരുത്. എഴുത്തിന്റെ കാര്യത്തിൽ ഞാൻ ഒരുപാട് പുറകിലാണ്. പ്രസംഗിക്കാൻ പറഞ്ഞാൽ ഞാൻ പ്രസംഗിക്കാം. അതിനുശേഷം ഇതൊന്നും എഴുതാൻ എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. ഈ ദൈവദാസന്റെ മുൻപിൽ ഞാൻ എന്റെ ശിരസിനെ നമിക്കുന്നു.
എന്നേക്കാൾ എത്രയോ ക്വാളിറ്റിയാണ് അദ്ദേഹത്തിനുള്ളത്. ഇവിടെ ആരോ പറഞ്ഞെന്ന് കേട്ടു, ഇദ്ദേഹം ഇത്ര മഹാനായ വ്യക്തിയായിരുന്നുവോ എന്ന്. അതെനിക്ക് ഒരു പുതിയ ചോദ്യമായിട്ട് തോന്നിയിട്ടില്ല. ഇതിനു മുൻപ് മരിച്ചുപോയവരെ സംബന്ധിച്ചു, ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരെ സംബന്ധിച്ചു, ഇനിയുള്ളവരെ സംബന്ധിച്ചു നമ്മുടെ സമൂഹം ഇതിലപ്പുറം ചോദിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ആർക്കൊക്കെ തോന്നിയില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവത്തിന് അത് മനസ്സിലായിട്ടുണ്ട്. എം.വി. തോമസ് ആരാണെന്ന്. വായ്പ വാങ്ങാത്തത് തിരികെ കൊടുത്ത് ബുദ്ധിമുട്ടിയ ഒരു മനുഷ്യനാണ്. വചനാനുസരണം പറയുമ്പോൾ മനസ്സിലാകുന്നവർ മനസ്സിലാക്കിക്കൊള്ളട്ടെ. വായ്പ വാങ്ങാത്തത് തിരികെ കൊടുത്ത് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുള്ള മനുഷ്യനാണ്. പക്ഷേ ഇന്ന് അദ്ദേഹത്തിന് ന്യൂയോർക്കുകാർ കിരീടം കൊടുത്തു, അവാർഡ് കൊടുത്തു, സാഹിത്യകാരന്മാര് അവാർഡ് കൊടുത്തു എന്നൊക്കെ കേട്ടു. പക്ഷെ ഇനിയും ഈ മനുഷ്യനൊരു അവാർഡ് കൊടുക്കാൻ പോവുകയാണ്. ഇവരാരും കൊടുക്കാത്ത വിധത്തിലുള്ള ഒരവാർഡ്. വെൽ ഡൺ ഫെയ്ത്ത്ഫുൾ സെർവന്റ്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് ന്യായാസനത്തിന് മുൻപിൽ യജമാനൻ തന്നെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ആ തങ്ക കിരീടം അദ്ദേഹത്തിന്റെ തലയിൽ അണിയുമ്പോൾ നമ്മളും അദ്ദേഹത്തോടൊപ്പം നമ്മുടെ യജമാനന്റെ അടുക്കൽ ഉണ്ടായിരിക്കും. വാക്കുകൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരു നല്ല പ്രസംഗം, ഗൗരവമായ ഒരു പ്രസംഗം കേട്ടു. ഈ വായിച്ചെടുത്തു നിന്ന് 2 കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചുകൊള്ളട്ടെ. ഒരുവൻ വീട്ടിലേക്ക് പോകണമെങ്കിൽ, ഇവിടെ ശക്കരിയാവ് അദ്ദേഹത്തിന്റെ ഭൗതിക വീട്ടിലേക്ക് പോയ കാര്യമാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ തന്നെ ഇതൊരാത്മീയ ആശയത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഞാനിങ്ങനെ പറയട്ടെ. ഈ ദൈവദാസൻ തോമാച്ചൻ അദ്ദേഹത്തിന്റെ ശുശ്രൂഷാകാലം തികച്ച ശേഷം ശനിയാഴ്ച ഏതാണ്ട് 4:45 താൻ പ്രിയം വെച്ച വീട്ടിലേക്ക് ചേർക്കപ്പെട്ടു. ഇന്ന് അദ്ദേഹം വീട്ടിലുണ്ട്. അദ്ദേഹം എവിടെ പോയിരിക്കുന്നുവെന്ന് നിശ്ചയമുള്ളതുകൊണ്ടാണ് ഈ പ്രിയപ്പെട്ട സഹോദരിയും മക്കളും ശാന്തമായിട്ട് ഇവിടെ ഇരിക്കുന്നത്. ഈ വാത്സല്യ സഹോദരിയെക്കുറിച്ച് പലരും ഇവിടെ പറഞ്ഞു. ഞാൻ ഒരു വാചകം പറയട്ടെ. ഇവർക്ക് സ്വന്തമായ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിന്റെ ഒരു രീതി അതായിരുന്നു. ഞങ്ങളുടെയൊക്കെ പെണ്ണുമ്പിള്ളമാരെ എന്തെങ്കിലും ഒന്ന് ഞങ്ങൾ ചെയ്യാനൊരുങ്ങിയാൽ അതിന്റെ ആവശ്യം ഉണ്ടോയെന്ന് വരെ ചിലപ്പോൾ ഒന്ന് ചോദിച്ചൊന്ന് വരാം. ഇതതും ചോദിക്കുകയല്ല. അച്ഛൻ എന്നാ പ്രകാശനം അതുപോലെ അങ്ങ് ചെയ്തു. ആ മനുഷ്യൻ ഭാര്യയെ കൊണ്ട് ഒരു മനപ്രയാസം അനുഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ ഒരു പഞ്ചപാവം, അത്രയൊന്നും ആകാൻ പാടില്ല, പക്ഷെ അങ്ങനെ ആയിപ്പോയി. അപ്പോൾ തന്നെ പ്രിയപ്പെട്ട മകൻ ബിനോയിയെ സംബന്ധിച്ച് ആരും ഇവിടെ അധികം പറഞ്ഞു കേട്ടിട്ടില്ല. ജെയിംസ് കർത്താവിന്റെ ദാസനായതുകൊണ്ട് ജെയിംസിനെ സംബന്ധിച്ച് അധിക കാര്യവും പറഞ്ഞു. ബിനോയ് വെറും ബിനോയ് അല്ല, ഡോക്ടർ ബിനോയ്. ഡോക്ടറിന് പേരിന്റെ ഇടത്തുവശത്ത് ചേർക്കാനുള്ള ഡിഗ്രി ആ പ്രിയ മകൻ സമ്പാദിച്ചിട്ടുണ്ട്. പക്ഷേ അതിന്റെ അഹങ്കാരമോ നിഗളമോ അതിന്റെ അഹംഭാവമോ ആ മകനിലും ഏറ്റിട്ടില്ല. എപ്പോഴും വളരെ വിനയമുള്ളവനായി ഈ ജെയിംസിനോടൊപ്പം, മകളോടൊപ്പം, അബിയോടൊപ്പം, അമ്മയോടൊപ്പം ഒക്കെ കഴിഞ്ഞുകൂടുന്ന ആ മകനായും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ വാക്ക് ഞാനിവിടെ ചുരുക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഒരു ശുശ്രൂഷ തന്നിട്ടുണ്ട്. തമ്പാച്ചിന് ഇവിടെ പറഞ്ഞു, പുറത്തുനിന്ന് ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ. ഞാൻ ആകപ്പാട് എൻ്റെ കണ്ണു പരതിയപ്പോൾ പുറത്തുനിന്ന് ആരും വന്ന ലക്ഷണമൊന്നുമില്ല. ഉള്ളതൊക്കെ അകത്തുനിന്നുള്ളവരാ. അതുകൊണ്ട് ഞാൻ അവരോടായിട്ട് പറയട്ടെ, നമുക്കൊക്കെ ഒരു ശുശ്രൂഷയുണ്ട് കേട്ടോ. ഇദ്ദേഹം എന്നോട് പറയുമായിരുന്നു, എടോ തനിക്ക് മുമ്പ് ഞാൻ പോവുമെന്ന്. ഞാൻ പറഞ്ഞു, തന്നെ ഞാൻ അങ്ങനെ അയക്കുകയല്ല, തനിക്ക് മുമ്പ് ഞാൻ പോവുമെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹമാണ് ആ വിഷയത്തിൽ ജയിക്കാൻ ദൈവം അനുവദിച്ചത്. കാരണം ചാണ്ടപ്പിള്ള ലേക്ക് ഷോറിൽ വെച്ച് പോകുമെന്ന് എല്ലാവരും പറഞ്ഞു. ലേക്ക് ഷോറിൽ വെച്ച് അദ്ദേഹത്തിന്റെ പരിപാടി തീരുമെന്ന് ചിന്തിച്ചു. പക്ഷേ എന്റെ ശുശ്രൂഷകാലം തികയാഞ്ഞതുകൊണ്ട് ഈ ബലഹീനനായി എന്നെ ഇവിടെ നിർത്തി. അദ്ദേഹം 60-ാം വയസ്സിൽ പോയെങ്കിൽ അദ്ദേഹത്തിന്റെ ശുശ്രൂഷകാലം അവിടെ തികഞ്ഞു, വീട്ടിലേക്ക് പോയി. ഇവിടെ വന്നിരിക്കുന്ന ദൈവജനത്തോടായിട്ട് ഞാൻ പറയട്ടെ, നമുക്കൊക്കെ തമ്പുരാൻ കർത്താവ് ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് മത്സരത്തിനായിട്ടല്ല, പിണക്കത്തിനായിട്ടല്ല, പോരുവിളിക്ക് വേണ്ടിയിട്ടുള്ളതല്ല, വെല്ലുവിളിക്ക് വേണ്ടിയിട്ടുള്ളതല്ല, ഗ്രൂപ്പിസത്തിന് വേണ്ടിയിട്ടുള്ളതല്ല. ആ ശുശ്രൂഷകളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തി നമ്മുടെ മനോഹരമായ വീട്ടിലേക്ക് പോകേണ്ടതിനായിട്ട് തന്നെയാണ്. അതിന് നമ്മുടെ കർത്താവ് മാതൃകയല്ലേ.
യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ പിതാവിനോട് കഴിക്കുന്ന പ്രാർത്ഥനയിൽ അവിടുന്ന് എന്താ പറഞ്ഞത്? പിതാവേ, ഭൂമിയിൽ ഞാൻ നിന്നെ മഹത്വപ്പെടുത്തി, എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നുവെന്നാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് എങ്ങനെയാണ്? അവിടുന്ന് നമുക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികയ്ക്കുമ്പോഴാണ്. ആരും അലസരായി തീരരുത്, മടിയരായി തീരരുത്. പകലുള്ളിടത്തോളം അയച്ചവന്റെ വേല ചെയ്യണം. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരാൻ പോകുകയാണ്. പിന്നെ തിരിഞ്ഞു നോക്കി ദുഃഖിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ശുശ്രൂഷ തികയ്ക്കണം. ഒരു കാര്യം കൂടെ, അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൽ മിലേത്തോസിൽ നിന്ന് എഫെസോസിലെ മൂപ്പന്മാരെ വിളിച്ചു വരുത്തിയിട്ട് പൗലോസ് അപ്പോസ്തലൻ അദ്ദേഹത്തിന്റെ ആഗ്രഹം പറയുകയാണ്, കർത്താവായ യേശു എനിക്ക് തന്ന ശുശ്രൂഷ തികയ്ക്കണം. ഇവിടെയുള്ള ദൈവദാസന്മാർക്കും സഭാ പരിപാലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇടയന്മാർക്കും എന്നെ ശ്രദ്ധിക്കുന്ന യുവതിയുവാക്കളായ വിശ്വാസികൾക്കുമെല്ലാം ഉള്ളിന്റെ ഉള്ളിൽ ഈ വെല്ലുവിളി ഉണ്ടാകട്ടെ. കർത്താവായ യേശു എനിക്ക് തന്ന ശുശ്രൂഷ തികയ്ക്കണം. 30-ലധികം വർഷങ്ങളുടെ ശുശ്രൂഷ ജീവിതത്തിന്റെ അന്ത്യത്തിൽ നീറോയുടെ ഖഡ്ഗം തന്റെ ഗളത്തിൽ വീഴാൻ സമയമായപ്പോൾ ആ ദൈവദാസൻ എഴുതി, ഞാൻ തികച്ചു. ഞാൻ തികച്ചു. പ്രിയപ്പെട്ടവരെ, അതാണ് അദ്ദേഹം പറഞ്ഞത്, നല്ലപോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഈ ദൈവദാസനെ ഏൽപ്പിച്ച എല്ലാ ശുശ്രൂഷകളും തികച്ചു. ദാ ഇവിടെ ഇരിക്കുന്ന പീറ്റർമാർ 2 പേര്. ഇദ്ദേഹം പറഞ്ഞു പീറ്റർമാരെന്നാ വിളിച്ചത്. അല്ല, ഈ വലിയ മനുഷ്യനെ വിളിച്ചത് ഫസ്റ്റ് പീറ്റർ എന്നാ വിളിച്ചത്. ആ ചെറിയ പീറ്ററിനെ വിളിച്ചത് സെക്കൻഡ് പീറ്റർ എന്നാ വിളിച്ചത്. ഇങ്ങേരുടെ വാക്കിന് തന്നെ നർമ്മമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ പീറ്ററിനെയൊക്കെ കേരളം അറിഞ്ഞത് ഈ മനുഷ്യ നിമിത്തമായിട്ടാണ്. എന്തിനധികം പറയുന്നു, എഞ്ചിനീയറായിട്ട് ജോലി ചെയ്തിരുന്ന, എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിച്ചിരുന്ന രാജു വി ജോൺസനെ രംഗത്തേക്ക് വെളിപ്പെടുത്തിയതും ഈ മനുഷ്യനായിരുന്നു. അങ്ങനെ എത്രയോ ആൾക്കാർക്ക് ഇദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറയാനുണ്ട്. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പ്രോത്സാഹനം കൊടുക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. പ്രോത്സാഹനം കൊടുക്കണം. എന്നോട് ചോദിക്ക്, താൻ കൊടുക്കുന്നോ? ഞാൻ കൊടുത്തിട്ടുള്ള എത്ര പേരെ നിരത്തണം? ഞാൻ പറയണ്ട, അവർ സാക്ഷ്യം പറയും. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ മറ്റുള്ളവരെ തീർക്കരുത്, മറ്റുള്ളവരെ ഇല്ലാതാക്കരുത്. അവർക്ക് പ്രോത്സാഹനം കൊടുത്താൽ കാലങ്ങൾ കഴിയുമ്പോൾ അവരാ ശുശ്രൂഷ ഏറ്റെടുത്ത് അത് തുടർന്നുകൊണ്ടിരിക്കും. അങ്ങനെ ആ ശുശ്രൂഷ അദ്ദേഹം നിവർത്തിച്ചു. ആകയാൽ നമ്മുടെയൊക്കെ ശുശ്രൂഷകൾ തീരാറായി, കർത്താവ് വരാറായി, കാഹളം ധ്വനിക്കാറായി. നമ്മുടെ കർത്താവായ യേശുവിന്റെ വരവിൽ ബഹുമാനപ്പെട്ട തമ്പാച്ചൻ ഓർപ്പിച്ചതുപോലെ നാം പുനരുത്ഥാനം ചെയ്യും, രൂപാന്തരപ്പെടും, ഒന്നിച്ച് കർത്താവിന്റെ സവിധത്തിലേക്ക് നാം ചേർക്കപ്പെടാൻ പോകുക. ആ ഗണത്തിൽ ഈ പ്രിയപ്പെട്ട തോമാച്ചനെ നമുക്ക് കാണാം എന്ന പ്രതീക്ഷയുണ്ട്. എനിക്ക് ഒരു താല്പര്യമുണ്ട്. ഇവിടെ എന്റെ കണ്ണിന്റെ മുമ്പിൽ ഇരിക്കുന്ന എത്ര സുവിശേഷകന്മാരുണ്ടോ, ദയവ് ചെയ്ത് അതാത് സ്ഥാനത്ത് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? നമ്മോടുകൂടെ ഈ സുവിശേഷ രണാങ്കണത്തിൽ പോരാടിയ ഈ ദൈവദാസൻ, തനിക്ക് ദൈവം കൊടുത്ത ഏതെല്ലാം ശുശ്രൂഷകളുണ്ടോ അതെല്ലാം തികച്ച ശേഷം വീട്ടിലേക്ക് പോയ ഈ ദൈവദാസന്റെ ബഹുമാന്യമായ ഭൗതിക ശരീരത്തിന്റെ മുൻപിലാണ് നാം ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് ഈ സുവിശേഷ രണാങ്കണത്തിൽ പോരാടി, ഞാനിങ്ങനെ പറയട്ടെ, ദൈവത്തിന് പ്രസാദകരമായ വിധത്തിൽ ചരമം പ്രാപിച്ച, മരിച്ച് വീട്ടിലേക്കെത്തിയ ഈ ദൈവദാസന്റെ ഭൗതിക ശരീരത്തിന് മുൻപിൽ ഈ ദൈവദാസന്മാരെ മുഴുവൻ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ ഈ പടയാളിക്ക് എന്റെ സല്യൂട്ട് കൊടുക്കുകയാണ്. വേഗം നാം ചേർന്നിടൂ ഭംഗിയേറിയ തീരത്ത്, വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. എല്ലാവർക്കും ഇരിക്കാം. ദൈവം ദുഃഖാർത്ഥരായവരുടെ ഹൃദയങ്ങളെ കെട്ടട്ടെ. ദൈവം അവരെ ആശ്വസിപ്പിക്കട്ടെ, ധൈര്യപ്പെടുത്തട്ടെ. സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം ദൈവം അവരുടെ ഹൃദയങ്ങളിൽ കൊടുക്കണം. ദൈവത്തിന് സ്തോത്രം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ നാം വായിക്കുന്നുണ്ട്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഈ സമയത്ത് നമുക്കും വേദനയുണ്ട്, വേർപാട് ദുഃഖമുളവാക്കുന്നതാണ്. പക്ഷേ
സ്തോത്രം പറയാനുള്ള വകയുണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം. ഈ ശുശ്രൂഷകളൊക്കെ നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ സമയത്ത് തീർക്കാൻ അല്പം ചില നിമിഷങ്ങൾ മാത്രം 50ഓളം ആളുകൾ വ്യത്യസ്ത ശുശ്രൂഷകളിൽ ഏർപ്പെട്ടു. എങ്കിലും സമയത്ത് ഇത് അവസാനിപ്പിക്കത്തക്ക നിലയിൽ പ്രത്യേകമായ ഒരു കൃപ ദൈവം നമുക്ക് നൽകി. വിവിധ ശുശ്രൂഷകളിൽ ഏർപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരോടും ആ കാര്യത്തിൽ കർത്തൃനാമത്തിലുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. തുടർന്ന് ഒരല്പ ചില നിമിഷങ്ങൾ പ്രിയമകൻ ജെയിംസ്, കർത്താവിന്റെ ദാസനാണ്, സുവിശേഷ വേലയിൽ അധ്വാനിക്കുന്നു, ഒരു വേദ പണ്ഡിതനാണ്, വേദാധ്യാപകനാണ്. തന്റെ ശുശ്രൂഷകളൊക്കെ അനുഭവിച്ചിട്ടുള്ളവർക്ക് അതറിയാം. തോമാച്ചായൻ ശേഷിപ്പിച്ചിട്ടുള്ളവ തന്നിലൂടെ നിവർത്തിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ദൈവം ആ നിലയിൽ തന്നെ ഉപയോഗിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും വേണ്ട പ്രോത്സാഹനങ്ങൾ കൊടുക്കുകയും ചെയ്യാം. അല്പം ചില വാക്കുകൾ നന്ദിയുടേതായി എനിക്ക് പറയുവാനായിട്ടുണ്ട്. അതിനായിട്ട് പ്രിയ കർത്തൃദാസൻ ജെയിംസിനെ ക്ഷണിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നീതിമാന്റെ ഓർമ്മ അനുഗ്രഹിക്കപ്പെട്ടത് എന്റെ പിതാവിന്റെ പ്രോജ്വലമായ സ്മരണകൾക്ക് മുൻപിൽ ഞാനും സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇവിടെ നിൽക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. എൻ്റെ പിതാവിൻ്റെ മാതാവിൻ്റെയും ചൂടേറിയ കണ്ണുനീർ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ സുവിശേഷ വേലയിലേക്ക് പ്രവേശിച്ചത്. ഒത്തിരി ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ ചോദ്യങ്ങൾക്കെല്ലാം എനിക്ക് ഉത്തരം കിട്ടി. എന്റെ പിതാവിനെ സ്നേഹിക്കുന്ന ദൈവദാസന്മാരുടെയും ദൈവമക്കളുടെയും ഈ സാന്നിധ്യം ഞാൻ എങ്ങനെയാണ് നന്ദി പറയുക? മരിക്കുന്നതിന് മുൻപ് കട്ടിലേൽ എഴുന്നേറ്റിരുന്ന് പപ്പ ഒരു കാര്യം ഞങ്ങളോടൊക്കെ പറഞ്ഞു. എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി. ഞാൻ മരിച്ചാൽ ആരെങ്കിലുമൊക്കെ വരും. പലപ്പോഴും താൻ ഏകനായിരുന്നു. തന്റെ ഏകാന്തതയിലൊക്കെ താൻ കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ദീർഘവർഷങ്ങൾ താൻ ഉറങ്ങാറില്ലായിരുന്നു. വെളുപ്പിന് 4 മണി വരെ തന്റെ ശാരീരിക ബലഹീനതകൾ നിമിത്തം തന്റെ കസാറയിൽ ഇരുന്നു കൊണ്ട് താൻ പ്രാർത്ഥിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്ന ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എന്റെ മനസ്സിലും ഒത്തിരി ചോദ്യങ്ങളുണ്ടായിരുന്നു. എന്റെ പ്രിയ പിതൃതുല്യരായ ദൈവദാസന്മാരുടെ വാക്കുകൾ എന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ധാരാളം ഉത്തരം ദൈവം നൽകി. പ്രിയ ചണ്ടപ്പിള്ളയങ്ങള് കൊടുത്ത സല്യൂട്ട്, ദൈവദാസന്മാരുടെ ആദരവ് നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. എല്ലാവരോടും നന്ദി മാത്രമേ ഉള്ളൂ. തന്റെ ശാന്തമായ ജീവിതത്തിൽ താൻ അനുഭവിച്ച അനേക പ്രയാസങ്ങളുടെ മധ്യേ മുൻപിൽ കണ്ടുകൊണ്ടാവണം അന്ത്യദിവസങ്ങൾ ആവർത്തിച്ച് ഒരു കാര്യം ഞങ്ങളോട് പറഞ്ഞു: ആരോടും പരിഭവം പറയരുത്, ക്ഷമിക്കണം, ദൈവത്തെ മാത്രം നോക്കണം. അതൊക്കെ എന്തോ ഒരു ഉജ്ജ്വലമായ വാക്കുകളായി ഇന്ന് തോന്നുന്നു. ശാന്തമായിട്ടാണ് താൻ യാത്രയായത്. ഞങ്ങളോടൊക്കെ താൻ ജീവിതത്തിലേക്ക് വരും എന്ന പ്രതീക്ഷ നൽകി തരുമ്പോഴും തനിക്കറിയാമായിരുന്നു താൻ പോകുമെന്ന്. തന്റെ ജീവിതത്തിന്റെ അവസാനത്തെ ദിവസത്തിന് തൊട്ടു മുൻപ് എന്നെയും അനുജനെയും അടുത്തേക്ക് വിളിച്ച് ഞങ്ങൾ തറയിൽ മുട്ടുകുത്തി ഇരുന്ന് ഞങ്ങളെ ചേർത്ത് പിടിച്ച് ഞങ്ങളും കരഞ്ഞു, പപ്പയും കരഞ്ഞു, ഞങ്ങളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. താൻ പോകുന്നതിന് ചില ദിവസങ്ങൾക്ക് മുൻപ്, ചില മണിക്കൂറുകൾക്ക് മുൻപ് അവസാനമായി എഴുതിയ ഉപദ്യാവ് 2 മേശപ്പുറത്ത് ഇപ്പോഴും ഇരിപ്പുണ്ട്, പാർഷ്യലായിട്ട്.
എനിക്കറിഞ്ഞുകൂടാ അതെങ്ങനെ എന്ത് ചെയ്യുമെന്ന്. എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഉപദ്യാവ് പ്രസ്സിലുണ്ട്, ഞാൻ സാമച്ചാനെ വിളിച്ച് താൻ ഇവിടെ ഉണ്ട്, എത്രയും പെട്ടെന്നൊരു കോപ്പി വേണം. താൻ 2 കോപ്പി എത്തിച്ചു. യൂട്യൂബിൽ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അളിയനോട് പറഞ്ഞു പ്രാർത്ഥിക്കാൻ. പ്രാർത്ഥിച്ചത് ഡെഡിക്കേറ്റ് ചെയ്തു. തികഞ്ഞ സന്തോഷത്തോടെയാണ്, വളരെ ക്ഷീണിച്ചവനാണെങ്കിലും അന്ന് ഞങ്ങൾ ഞങ്ങളുടെ പപ്പയെ കണ്ടത്. ഐസിയുവിലേക്ക് പോകുമ്പോ ചിരിച്ച മുഖത്തോടെയാണ് താൻ യാത്രയായത്. ഐസിയുവിൽ വെച്ച് ഞാനാണ് എൻ്റെ പിതാവിനെ അവസാനമായി പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചത്. അതിനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ നോക്കി നിൽക്കുമ്പോൾ ശാന്തമായി, യാതൊരു പ്രയാസങ്ങളും ഉണ്ടാക്കാതെ, തനിക്ക് ദാഹിക്കുമ്പോഴും വിശക്കുമ്പോഴും ഏതാണ്ട് 8 ദിവസങ്ങൾ ശരിയായി ഒന്നും കഴിക്കുവാൻ വൈദ്യശാസ്ത്രം അനുവദിക്കാതിരുന്നതുകൊണ്ട് താൻ ദാഹിച്ചപ്പോഴും വിശന്നപ്പോഴും പോലും ഒരു പ്രാവശ്യം പോലും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ശാന്തമായി ആ ജീവിതം അവസാനിച്ചു. എന്നാൽ ഞങ്ങൾക്കൊന്നറിയാം, അതിന്റെ ചില മണിക്കൂറുകൾക്ക് മുൻപ് എനിക്കൊന്ന് കുളിക്കണമെന്ന് പറഞ്ഞു. പെങ്ങള് അനുജനും കൂടെ അദ്ദേഹത്തെ കുളിപ്പിച്ചു. ശാന്തമായ ശബ്ദത്തിൽ, വിറയാർന്ന ശബ്ദത്തിൽ, ശബ്ദം വളരെ കുറവായ സമയത്ത് മെല്ലെ താളമടിച്ചുകൊണ്ട് ഒരു പാട്ട് പപ്പ പാടി. ദൃഷ്ടികളാൽ കാണുന്നു ഞാൻ സ്വർഗകല ദേശമത്, തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തണം. ഒത്തിരി പേരോട് നന്ദി പറയാനുണ്ട്. ഹോസ്പിറ്റലിലെ പ്രിയപ്പെട്ടവർ, ഡോക്ടേഴ്സ്, അവരോടൊക്കെ ഞാൻ ഇന്നലെ നന്ദി പറഞ്ഞു. എന്നാൽ പ്രിയ സാമച്ചാനോട് നന്ദി പറയാൻ ഇന്നലെ വിട്ടുപോയി. അദ്ദേഹത്തിന് അറിയാം ഒരു പ്രത്യേകമായ കാര്യം. ആഗ്രഹം പറഞ്ഞപ്പോൾ വളരെ വേഗത്തിൽ താനത് നിർവഹിച്ചു. ഹോസ്പിറ്റലിലെ എല്ലാവരോടും ദൈവനാമത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ദൈവദാസന്മാരോട്, പ്രിയ ചാണ്ടപ്പിള്ള അങ്കിള് പ്രത്യേകം ഞാൻ പറയുന്നത് വേറൊന്നുകൊണ്ടല്ല, ഇന്നലെ മുതൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. എനിക്കൊത്തിരി സങ്കടം തോന്നി. 2 മണി വരെ ഒന്നും കഴിക്കാതെയും കുടിക്കാതെയും താൻ ഇരുന്നപ്പോ എനിക്ക് ചോദിക്കാൻ പേടിയുണ്ട്. കാരണം എന്റെ പിതൃതുല്യരാ. എന്റെ തോമാച്ചന്റെ അടുക്കൽ ഞാൻ ഇരുന്നോളാമെന്ന് പറഞ്ഞ് ഈ വലിയ മനുഷ്യൻ അവിടെ വന്നിരുന്നപ്പോ എനിക്ക് ഒരുപാട് സങ്കടം തോന്നി. ഒപ്പം സ്നേഹവും എന്റെ പിതാവിനോടുള്ള ദൈവത്തിന്റെ വിശ്വസ്തതയും ഞാൻ കാണുകയായിരുന്നു. പ്രിയ അശോകൻ ബ്രദർ ഞങ്ങൾ ഏതാണ്ട് ഒരു പ്രായമാണ്. അദ്ദേഹത്തെ കാണുവാൻ പപ്പയ്ക്ക് ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു, തനിക്കും. ഇന്നലെ മുതൽ ഈ നിമിഷം വരെ ആ മനുഷ്യൻ ഉറങ്ങിയിട്ടില്ല. എന്നോട് പറഞ്ഞു, ആംബുലൻസിന്റെ ഒരു മൂലയിൽ ഞാൻ ഇരുന്നോളാം. എങ്ങനെയാണ് നന്ദി പറയുക? തമ്പാനങ്ങള്, ജോൺ ബി തോമസങ്ങള്, എടുത്തു പറഞ്ഞാൽ ഒരുപാട് പേര് ഞാൻ ഭയം കൊണ്ട് വിട്ടുപോവുകയാണ്. നിങ്ങളുടെ സ്നേഹത്തിന് ഞാൻ നന്ദി പറയുന്നു. ഞങ്ങൾ നന്ദി പറയുന്നു. ഈ സ്ഥലം സഭയ്ക്ക്, അങ്കമാലിയിലെ ദൈവജനത്തിന് നന്ദി പറയുന്നു. എനിക്ക് ശങ്കയുണ്ടായിരുന്നു എവിടെ അടക്കണം. ഏതാണ്ട് 4-5 സഭകൾ ആവശ്യപ്പെട്ടു, അവർ ചെയ്യാം, ഞങ്ങളുടെ സ്വത്താണ്. പക്ഷെ ഞങ്ങൾക്കൊരാഗ്രഹമുണ്ടായിരുന്നു, ഞങ്ങൾ ശുശ്രൂഷിക്കുന്ന മണ്ണിൽ. പപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ കാര്യം വരുമ്പോൾ ഒരു വാക്കും ഉണ്ടാവുകയില്ല. അങ്ങനെ തന്നെ അത് സംഭവിച്ചു. ഇപ്പോൾ ഞങ്ങൾ വിട ചൊല്ലുകയാണ്. ജീവിതത്തിന്റെ വഴിത്താറിൽ ഇത്രയും നാൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന, ഞങ്ങളുടെ ജീവിതത്തിന്റെ സർവസ്വമായിരുന്ന ഞങ്ങളുടെ പിതാവിനോട് ആദരപൂർവ്വം സ്നേഹപൂർവ്വം ഞങ്ങൾ വിട ചൊല്ലുകയാണ്. തുടർന്നും ദൈവജനത്തിന്റെ സാന്നിധ്യം, ഞങ്ങളുടെ പിതാവിനോട് നിങ്ങൾ കാണിച്ച ആദരവും സ്നേഹവും ആത്മാർത്ഥമായി ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാവരോടും ദൈവനാമത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അല്പനിമിഷങ്ങൾ മുന്നോട്ട് പോയി. എനിക്കറിയാം പപ്പയ്ക്കത് ഇഷ്ടപ്പെടുകയില്ല. എങ്കിലും നിങ്ങളുടെ ക്ഷമയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഇവിടെ വെച്ചുള്ള ഈ ശുശ്രൂഷകൾ ഇപ്പോൾ അവസാനിക്കുകയാണ്. പ്രിയ ജയ്സ് ഓർമ്മിപ്പിച്ചു, അവസാന നിമിഷങ്ങൾ പാടി സന്തോഷിച്ച ഒരു പാട്ട്, തിരുക്കരത്താൽ വഹിച്ചു എന്നെ എന്നുള്ള ആ പാട്ട് നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ആ പാട്ട് നമുക്കൊന്നിച്ചു പാടാം. ഗായക സംഘം അത് ലീഡ് ചെയ്യും. എന്നാൽ നമുക്കെല്ലാവർക്കും ചേർന്ന് ആ പാട്ട് പാടാം.
തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോ നടത്തണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. ആഴിയതിൽ മോളങ്ങളാ വലഞ്ഞിടുമ്പോ എൻ പടകിൽ എന്റെ പ്രിയൻ യേശുവുണ്ട്. ചേർന്നിടുമേ ഭവനമതിൽ എന്റെ പ്രിയൻ യേശുവുണ്ട്. ചേർന്നിടുമേ ഭവനമതിൽ. അവൻ നമുക്കായി ജീവൻ നൽകി ഒരുക്കിയല്ലോ വലിയ രക്ഷ. ദൃഷ്ടികളാ കാണുന്നു ഞാൻ സ്വർഗകലാ ദേശമത്. ദൃഷ്ടികളാ കാണുന്നു ഞാൻ സ്വർഗകലാ ദേശമത്. തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോ നടത്തണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. ഒരു വാക്കും കൂടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, സദയം ക്ഷമിക്കണം. അത് പറഞ്ഞില്ലെങ്കിൽ ഈ ജന്മം ആ വേദന മാറുകയില്ല. അനേക പ്രാവശ്യം പലതും കേൾക്കുമ്പോൾ പപ്പ ഞങ്ങളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എന്നോട് പറഞ്ഞിട്ടുണ്ട്. എടാ, ഞാൻ മരിച്ചു കിടക്കുമ്പോൾ നീ ഒരു കാര്യം പറയണം. ഇവിടെ ദരിദ്രനായൊരു ധനികൻ ജീവിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ദരിദ്രനായൊരു ധനികൻ ജീവിച്ചിട്ടുണ്ടായിരുന്നു. സ്വർഗം എല്ലാം അറിയുന്നു. തിരുനാമം മഹത്വപ്പെടട്ടെ. ഈ ശുശ്രൂഷകൾ ഇപ്പോൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. ഇവിടെ അവസാനിപ്പിക്കുന്നു കർത്താവിന്റെ ദാസൻ ജോർജ് പീറ്റർ. അദ്ദേഹമാണ് പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നത്. അതിനുശേഷം ഈ ഭൗമിക ശരീരം ഇവിടെ അടുത്തുള്ള അങ്കമാലിയിലെ ബ്രദറൻ സഭയുടെ സെമിത്തേരിയിലാണ് മറവ് ചെയ്യുന്നത്. ഈ ഇതിനു മുമ്പുള്ള റെയിൽവേ ക്രോസ് ചെയ്ത് അല്പം കൂടെ മുൻപോട്ട് പോകുമ്പോഴാണ് ആ സെമിത്തേരി. എല്ലാ പ്രിയപ്പെട്ടവരും അവിടെയും വന്ന് ആ ശുശ്രൂഷയിൽ സഹകരിക്കണം എന്ന് ഓർപ്പിക്കുന്നു. അവിടെയുള്ള അല്പസമയത്തെ ശുശ്രൂഷ കർത്താവിന്റെ ദാസൻ ജോർജ് ചാക്കോ മാവേലിക്കര അദ്ദേഹമായിരിക്കും നിയന്ത്രിക്കുന്നതും അവിടുത്തെ ശുശ്രൂഷകൾ ചെയ്യുന്നതും. ഇപ്പോൾ കർത്താവിന്റെ ദാസൻ ജോർജ് പീറ്റർ പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നു. പലരെയും നീതിയിലേക്ക് നടത്തിയവർ നക്ഷത്രങ്ങളെ ശോഭിക്കും. രണ്ടു വാക്ക് പറയാൻ അനുവാദം നൽകിയിട്ടുണ്ട്. ഒന്ന്, ഈ വിലയേറിയ ദൈവദാസൻ എൻ്റെ ഭവനത്തിൽ ഒരാഴ്ച താമസിച്ച് ബൈബിൾ ക്ലാസ് എടുക്കുകയുണ്ടായി. തൻ്റെ ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കുവാൻ എനിക്കൊരവസരം നൽകി. തൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യുവാൻ ഒരിക്കൽ വിളിച്ചു. ഒരു പുസ്തകത്തിന് അഭിപ്രായം കൊടുക്കേണ്ടതായി തീർന്നു. ആ വിലയേറിയ ദാസന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. മാത്രമല്ല, മോശ മരിച്ചപ്പോൾ യോശുവ ആ ദൗത്യം ഏറ്റെടുത്തു. ഏലിയാവ് എടുക്കപ്പെട്ടപ്പോൾ ആ ദൗത്യം എലീശ ഏറ്റെടുത്തു. അല്ലയോ പ്രിയ ജെയിംസ്, ദൈവം നിങ്ങളുടെ പിതാവിന്റെ ശുശ്രൂഷയുടെ ദൗത്യം ഏറ്റെടുക്കുവാൻ പ്രിയ ദൈവദാസനെ ബലപ്പെടുത്തട്ടെ.
ദൈവമക്കളുടെ സർവ്വവാസന ദൈവം നിങ്ങൾക്ക് ആശ്വാസം പ്രദാനം ചെയ്യട്ടെ. തിരുനാമത്തിൽപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ഞങ്ങളുടെ സ്വർഗപിതാവേ, അവിടുത്തെ വിലയേറിയ പുത്രമുഖാന്തരം ഞങ്ങൾക്ക് ലഭിച്ച കർത്താവേ, അവിടുത്തെ അളവറ്റ കൃപ ഓർത്തുകൊണ്ട് ഞങ്ങൾ നന്ദിയോടെ അങ്ങേ വാഴ്ത്തുകയാണ്. ഞങ്ങളുടെ ഹൃദയം ദുഃഖം തളം കെട്ടി നിൽക്കുകയാണ്. എന്നാൽ ഞാൻ ദുഃഖിതരല്ല. ഞങ്ങൾക്ക് വലിയ പ്രത്യാശയുണ്ട്. ഞങ്ങൾ ആ പ്രത്യാശയെക്കുറിച്ച് ഞങ്ങൾ കേൾപ്പിച്ച എന്റെ ദാസന്മാർക്ക് വേണ്ടി ഞങ്ങൾ നന്ദിയോടെ അങ്ങേ വാഴ്ത്തുകയാണ്. കർത്താവ് കഴിഞ്ഞ 60-ൽ പരം വർഷം കർത്താവിന് വേണ്ടി ധീരമായി പോരാടി ദാസനായിരിക്കുന്ന പൗലോസിനെ വാഴ്ത്തോർപ്പിക്കട്ടെ. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തുകൊണ്ട് ഓട്ടം തികയ്ക്കുവാൻ ഇടയിത്തീർന്ന ആ ദൈവദാസന്റെ അതേ കാഴ്ച കൊണ്ടിരുന്നുകൊണ്ട് അവിടുത്തെ ഉന്നത ദൈവദാസൻ തോമസ് കർത്താവിന് വേണ്ടി ജ്വലിച്ച് പ്രകാശിക്കുന്ന ഒരു ദീപശകമായി തീർന്നതിനാൽ ഞങ്ങൾ നന്ദിയോടെ അങ്ങേ വാഴ്ത്തുകയാണ്. തന്റെ ഭൗതിക ശരീരം വാചാലമായി അവർ സംസാരിക്കുകയാണ്. ഭൗതിക ശരീരം ഇപ്പോൾ അടക്കുവാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. കർത്താവേ, എന്ന ദുഃഖത്തിലിരിക്കുന്നതായ പ്രിയ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുകയാണ്. അവിടുത്തെ വിലയേറിയ വചനത്തിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സകലബുദ്ധിയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിൽ കാക്കുമാറാകട്ടെ. അതിനാവശ്യമായിരിക്കുന്ന കൃപ നൽകി ബലപ്പെടുത്തണം. ഇന്നോട് വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് ഓർക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ഈ ഭൗതിക ശരീരം ഞങ്ങൾ മണ്ണിലടക്കുമ്പോൾ അതേ നേരത്തെ കേട്ടതുപോലെ ചത്തില്ല എങ്കിൽ ഫലം കായ്ക്കുകയില്ല. ചത്തുവെങ്കിലോ അത് പിന്നെയും അത് കേർത്തു വന്ന് ഫലം കായ്ക്കും. ദാസന് ഭൗതികമായി അടക്കപ്പെടുന്നുവെങ്കിലും ഞങ്ങളുടെ കർത്താവ് അവിടുത്തെ കാകളധ്വനി മധ്യവിഹായുസിൽ അത് ധ്വനിക്കുമ്പോൾ മണ്ണിൽ ഉറങ്ങിക്കിടക്കുന്ന സകല വിശുദ്ധന്മാരും ഉയർത്തുന്നേറ്റ് ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെട്ട് ഗാനപ്രതിഗാനമായി പാടി, മരണമേ നിന്റെ ജയം എവിടെയാണ് ചോദിച്ചുകൊണ്ട്, പാതാളമേ നിന്റെ വിഷമങ്ങൾ എവിടെയാണ് ചോദിച്ചുകൊണ്ട് നമ്മുടെ സന്നിധാനത്തിൽ പറന്നുയരും. ആ വലിയ പ്രത്യാശ ഞങ്ങൾക്ക് നൽകിയിരിക്കുക. സ്തോത്രം. തന്ന കൃപയ്ക്ക് സ്തുതിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണം. സമാധാനം കൊണ്ട് ബലപ്പെടുത്തണമേ. മഹത്വം കെടുക്കണമേ. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നത് കേൾക്കണം. പിതാവേ, കർത്താവായ യേശുക്രിസ്തു കൃപയും പിതാവ് ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുകയും വഴിനടത്തുന്ന പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ നിരന്തരമായ സംസർഗം ഈ ഭവനത്തോടും എന്ന് വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ. ആമേൻ. നമുക്ക് മൂന്ന് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലോകനാനെന്നോട്ടം തികച്ചു സ്വർഗഗേവിരുദിനായി. ലോകനാനെന്നോട്ടം തികച്ചു സ്വർഗഗേവിരുദിനായി. പറന്നിടും ഞാൻ മറുരൂപമായി പരനേശ്വരാജൻ സന്നിധോ. പറന്നിടും ഞാൻ മറുരൂപമായി പരനേശ്വരാജൻ സന്നിധോ.
ദൂതസംഘമാകവേ നേതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ഏറെ നാളായി കാണാനാശയ കാത്തിരുന്ന എന്റെ പ്രിയനെ. ഏറെ നാളായി കാണാനാശയ കാത്തിരുന്ന എന്റെ പ്രിയനെ. തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാറോടണഞ്ഞിടുമേ. തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാറോടണഞ്ഞിടുമേ. ദൂതസംഘമാകവേ നേതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. നീതിമാന്മാരായ സിദ്ധന്മാർ ജീവനും വേറുത്ത വീരന്മാർ. നീതിമാന്മാരായ സിദ്ധന്മാർ ജീവനും വേറുത്ത വീരന്മാർ. വീണുകളേന്തി ഗാനം പാടുമ്പോൾ ഞാനും ചേർന്നു പാടിടുമേ. വീണകളേന്തി ഗാനം പാടുമ്പോൾ ഞാനും ചേർന്നു പാടിടുമേ. ദൂതസംഘമാകവേ നേതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. താരത്തെ
ബഹുമാനങ്ങൾ വിളങ്ങിടും കിരീടങ്ങളാ ദൂരസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദസന്നദ്ധരായി നിന്നിടുന്നേ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. കൈകളാൽ തീർക്കപ്പെടാത്തതാ പുതുശാലി നഗരമതിൽ കൈകളാൽ തീർക്കപ്പെടാത്തതാ പുതുശാലി നഗരമതിൽ സദകാലം ഞാൻ മണവാട്ടിയായി പരനോടു കൂടെ വാഴുമേ സദകാലം ഞാൻ മണവാട്ടിയായി പരനോടു കൂടെ വാഴുമേ ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദസന്നദ്ധരായി നിന്നിടുന്നേ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ഈ ഗേഹം
വിൻഗേഹം പൂകിടുമെന്ന് വിൻദേഹമീകിടുമെന്ന് വിൻഗേഹം പൂകിടുമെന്ന് വിൻദേഹമീകിടുമെന്ന് കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി കൂട്ടുകാർ പിരിഞ്ഞിടും വീട്ടുകാർ കരഞ്ഞിടും കൂട്ടുകാർ പിരിഞ്ഞിടും വീട്ടുകാർ കരഞ്ഞിടും കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി വേണ്ട ദുഃഖം തെല്ലുമേ ഉണ്ട് പ്രത്യാശയിന്ദിനം വേണ്ട ദുഃഖം തെല്ലുമേ ഉണ്ട് പ്രത്യാശയിന്ദിനം കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി കഷ്ടം ദുഃഖം മരണവും മാറിപ്പോയിടുമെന്ന് കഷ്ടം ദുഃഖം മരണവും മാറിപ്പോയിടുമെന്ന് കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി കോടാകോടി ശുദ്ധരായി പ്രിയൻ കൂടെ വാഴുവാൻ കോടാകോടി ശുദ്ധ